ഹായ് ഡിയേഴ്സ്, നമുക്കിന്നിവിടെ കണവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം അത് കണവ വൃത്തിയാക്കി പീസുകളാക്കി വെക്കുക. അതിനുശേഷം ഒരു പിടി കൊച്ചുള്ളി, ചെറിയ 2 സവാള, ഒരു തക്കാളി, വലിയൊരു കഷ്ണം ഇഞ്ചിയും, ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും, അതുപോലെ ഒരു പച്ചമുളകും എടുത്ത് വെക്കുക. അതിനുശേഷം കടുക് വറുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റുക. അതിനുശേഷം ഈ കൊച്ചുള്ളിയും അതുപോലെ തന്നെ സവാളയും ചേർത്ത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയും സവാളയും വഴണ്ട് കിട്ടും. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കുക. അപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി നല്ലതുപോലെ തന്നെ പഴുത്ത തക്കാളി തന്നെ എടുക്കേണ്ടതാണ്. അപ്പോൾ അത് വഴറ്റി കിട്ടിയതിന് ശേഷം നമുക്ക് 1 സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അത് ആളുകളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1 സ്പൂൺ കുരുമുളകാണ് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, അതിനുശേഷം മുളക് പൊടി 1 സ്പൂൺ, അതേ സ്പൂണിൽ തന്നെ മല്ലിപ്പൊടി, അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ ചേർക്കാവുന്നതാണ്. ഗരം മസാല ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് കണവ വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണവ വൃത്തിയാക്കിയത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റേണ്ടതാണ്. നല്ലതുപോലെ ഒന്ന് 1 മിനിറ്റ് നല്ലതുപോലെ നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ മാത്രം വെള്ളം ചേർക്കുക. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/4 ഗ്ലാസ്സിൽ താഴെ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ തിളച്ച് ഒരുപാട് വെള്ളമായിട്ട് മാറും. നമ്മളത് വറ്റിച്ചെടുക്കാൻ വേണ്ടി കുറേ സമയം എടുക്കും. അപ്പോൾ ഇത് റബ്ബർ പോലായി മാറും. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കുക. ഒരു 1 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കുറേ വെള്ളമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒത്തിരി വെള്ളമായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുമ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ച് വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിച്ചെടുക്കേണ്ടതാണ്. ഒരു 10 മിനിറ്റിൻ്റെ വേവ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. 10 മിനിറ്റ് കൂടുതലൊക്കെ വേവിച്ചാൽ റബ്ബർ പോലെ ആയി മാറുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാറിൻ്റെ പരുവം അനുസരിച്ച് അത് നമുക്ക് വാങ്ങാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും ഒക്കെ കൂടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ച് ആ തീയിൽ തന്നെ ആ ചൂടിൽ തന്നെ കുറച്ച് സമയം വെച്ചേക്കേണ്ടതാണ്. അപ്പോൾ ഇത് ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള കണവ റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല മണമാണ്. നല്ല സൂപ്പർ